നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വീരാൻകുടി അരേക്കാപ്പ് ഉന്നതികളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. സീറോ മലബാർ സഭയെ ഹൈജാക്ക് ചെയ്യാൻ മാർ ജോസഫ് പാംബ്ലാനി ശ്രമിക്കുന്നതായി എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ചണ്ഡിക ഹോമത്തിന്റെ പന്തൽ നിർമ്മാണം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി കോൾ സെന്ററും വാട്സ്ആപ്പ് നമ്പറും ഏർപ്പെടുത്തുമെന്ന് മന്ത്രി MB രാജേഷ്. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വീരാൻകുടി അരേക്കാപ്പ് ഉന്നതികളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. കാലവർഷം രൂക്ഷമാകുമ്പോൾ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ നിവാസികൾ ഞണ്ട് ചുട്ടാൻ പാറയിൽ താൽക്കാലിക കുടിൽ കെട്ടി താമസം തുടങ്ങിയിരുന്നു. ഇവിടെ വസിക്കാൻ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ ജിയോളജിസ്റ്റ് അടക്കമുള്ള സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഘം അടുത്ത ആഴ്ച തന്നെ പരിശോധന നടത്തും. അരേക്കാപ്പ് ഉന്നതിയിൽ നിലവിൽ 28 കുടുംബങ്ങളാണ് ഉള്ളത്. സ്ഥിരമായി മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഭൂരിഭാഗം പേർക്കും പ്രദേശം വിട്ടുപോകാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാട് വിട്ട് മാറി താമസിക്കാൻ ചെറിയ വിഭാഗം വിമുഖതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എത്ര പേർ പോകാൻ തയ്യാറാണെന്ന് അറിയാൻ ഒരു കൂട്ടം ചേർന്ന് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാരാങ്കോടും വെറ്റിലപ്പാറയുമാണ് പ്രദേശവാസികൾ മാറി താമസിക്കുന്നതിന് ആവശ്യപ്പെട്ടത്. അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ സ്ഥലങ്ങളിലെ ഉടനെ പരിശോധന നടത്താൻ വനം ജിയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരു മൂപ്പൻ മറ്റ് ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ സമ്മതത്തോടെയാണ് പരിശോധന നടത്തുക. തുടർന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്നവരെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തുടർന്ന് മരക്കപ്പാറയിലെ ട്രൈബൽ OP ക്ലിനിക്കും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ക്ലിനിക് തുടർന്നും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ സ്വീകരിക്കും. ഗതാഗത സൗകര്യം, ബാങ്കിംഗ് സൗകര്യം, അക്ഷയ സെന്ററുകൾ ഉണ്ടാകണമെന്ന ആവശ്യങ്ങളും മലക്കപ്പാറ നിവാസികൾ മുന്നോട്ട് വെച്ചു. ഇത്തരം അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മലക്കപ്പാറയിൽ നിന്ന് താഴേക്ക് ചെങ്കുത്തായ നടപ്പാതയിലൂടെ 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് കളക്ടറും സംഘവും എത്തിയത്. സന്ദർശനത്തിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, വൈസ് പ്രസിഡന്റ് സൗമിനി ലാൽ, വാർഡംഗം നാഗലപ്പൻ, മലയാറ്റൂർ DFO കുറാ ശ്രീനിവാസ്, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഹെറാൾഡ് ജോൺ, തഹസിൽദാർ മജീദ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, മറ്റ് വനം, റവന്യൂ, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു. Himalaya Central സാറേ ഇത് കമ്പ്യൂട്ടർ ഇരിക്കുന്നത്
നമ്മുടെ ലൈഫിൻ്റെ വീടാണ്. വീട് സ്ഥലം അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് ഇതിൽ എത്ര വ്യത്യാസമുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ഈ വീട് ഉദ്യോഗസ്ഥർ വന്ന് കണ്ടതല്ലാണ്ട് മറുപടി ഒന്നും നമുക്ക് കിട്ടിയില്ല. വീട് പോയി വീടല്ല, ഒരു ഈറ്റിൽ കഴിഞ്ഞ ഒരു ഷെഡായിരുന്നു. എവിടെ വിളിച്ചത് വന്നോ? എല്ലാവരും വന്നോ? മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട 2 തവണ പഞ്ചായത്ത്, മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാമായ സമയത്ത് നമ്മളോട് വന്നപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടി ഇവിടെ മണ്ണിടിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ. അതായത് ഇവിടെ ഒറ്റയടിക്ക് ഇവരെ മുകളിലേക്ക് കയറ്റി പാർപ്പിച്ച് കഴിഞ്ഞാൽ ഇവരിനി നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോഴേക്കും കൂടുതൽ ഇവർ പറഞ്ഞിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ട് ഞങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂരുകൂട്ടും ഞങ്ങൾക്ക് ആ ഭൂമിയിലാണെങ്കിലും വീടാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് കൊണ്ട് വന്ന അന്നത്തെ ആ റിപ്പോർട്ടുകൾ ബഹുമാനം എന്തെല്ലാം നടപടികൾ എടുക്കണം എന്നുള്ളത് അറിയാം. ഇതിനു മുമ്പും കളക്ടേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, മിനിസ്റ്റേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. സോ അപ്പം കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. കാരണം കറണ്ട്, ഇൻ്റർനെറ്റ് അതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മളൊന്നും തീരുമാനിച്ചിട്ടല്ല വന്നേക്കുന്നത്, നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം. സഭയിൽ എന്താ തീരുമാനിച്ചത്? എല്ലാ കുടുംബങ്ങളും അഗ്രി ചെയ്യും. ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുന്ന് വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ വനാവകാശ പ്രകാരം വേറെ ഭൂമിയിലാണോ അല്ലെങ്കിൽ? ഓക്കെ. സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ട്. ഇല്ലാത്ത നിങ്ങൾ വന്ന് കണ്ടതല്ലേ, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റിയല്ല. രോഗിയെടുത്ത് കഴ വീട്ടിൽ കഴയല്ല ചുമക്കുന്നത്. എന്നെയൊക്കെ കൊണ്ടുപോയിട്ടൊരു 4ാമത്തെ പ്രാവശ്യം ഈ പ്രാവശ്യം കൊണ്ടുവന്നു കെട്ടിച്ചുമ്പോൾ നല്ല കൈ താങ്ങുകൊണ്ട് പോവുക. ഈ മഴയും പിടിച്ച് രോഗം പിടിച്ച് കിടന്ന ആരാ ഉള്ളത്? അത് നടപ്പിലാകാം. അപ്പോൾ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടിയിൽ ആതിര ദേവരാജൻ കുടുംബക്കാരോ കൂട്ടുകാരോ ഒക്കെ ഇവിടെ തന്നെ. അവിടെ പോയിട്ട് പുതിയതായിട്ട് വയസ്സായി സീറോ മലബാർ സഭയെ ഹൈജാക്ക് ചെയ്യാൻ മാർ ജോസഫ് പാംബ്ലാനി ശ്രമിക്കുന്നതായി എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാപ്പാനി ചില മുൻകൂർ ആസൂത്രിത ലക്ഷ്യങ്ങളുടെ ഭാഗമായി കരിങ്കാലിപ്പണി ചെയ്ത് സിനഡിലെ ചില ബിഷപ്പുമാരെയും വൈദികരെയും കൂട്ടുപിടിച്ച് സീറോ മലബാർ സഭയെയും എറണാകുളം അങ്കമാലി അതിരൂപതയെയും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും താക്കോൽ സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ കുത്തിത്തിരുകാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് സിനഡ് തീരുമാനങ്ങളെ മറികടന്ന് ഏകീകൃത കുർബാന വിഷയത്തിൽ വിമതരുമായി ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കിയതും രൂപതയുടെ വൈസ് ചാൻസലറായി തലശ്ശേരി രൂപതയിൽ നിന്നുള്ള ഫാദർ തോമസ് മേലൽ വട്ടത്തെ രൂപതയുടെ വൈസ് ചാൻസലറായി നിയമിച്ചതും. നമ്മുടെ സീറോ മലബാർ സഭയെ ഈ പറയുന്ന നമ്മുടെ ജോസഫ് പാംബ്ലാനി എന്ന് പറയുന്ന പിന്നെ തലശ്ശേരി രൂപത അധ്യക്ഷനും ഏതാനും ചില സിനഡിലെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ കരിങ്കാലിപ്പണി ചെയ്ത് കൂട്ടുനിന്ന ഏതാനും മെത്രാന്മാരും ആയിട്ട് ഒത്തുചേർന്നുകൊണ്ട് സിനഡ് എടുത്ത തീരുമാനങ്ങളെ അട്ടിമറിച്ചിരിക്കുകയാണ്. അതിൽ ഇദ്ദേഹത്തിന് ഞാൻ പറയുന്ന ഈ പാംബ്ലാനി പിതാവിനും അതേപോലെ തന്നെ ഈ കരിങ്കാലിപ്പണി ചെയ്ത 8ഓളം പിതാക്കന്മാർക്കും ഇതിൽ ഒരു ലക്ഷ്യമുണ്ട്. ഞങ്ങൾ പറയുന്നു, ഇവര് സീറോ മലബാർ സഭയെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയും ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് എറണാകുളത്ത് നിന്നുള്ള വരുമാന സ്രോതസ് ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ എറണാകുളത്തെ വിശ്വാസികൾ തയ്യാറാകരുത്. ഇത് മനസ്സിലാക്കി വിമത പക്ഷത്ത് നിൽക്കുന്ന വൈദികരും അൽമായരും മാർപ്പാപ്പയെയും സിനഡിനെയും അനുസരിച്ച്
സഭയോടൊപ്പം നിൽക്കണം. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. അല്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടു പോകും എന്ന പഴഞ്ചൊല്ല് പോലെയാകും രൂപതയിൽ കാര്യങ്ങൾ നടക്കുക. അതുപോലെ തന്നെ യൂദാസിന്റെ പ്രവൃത്തി ചെയ്ത 8ഓളം വരുന്ന പിതാക്കന്മാർ നമ്മുടെ സഭയുടെ അകത്തുണ്ട്, സിനഡിന്റെ അകത്തുണ്ട്. സിനഡിനെ പ്രതിസന്ധിയിലാക്കുന്ന, മാർപ്പാപ്പയെ പ്രതിസന്ധിയിലാക്കുന്ന മെത്രാന്മാരുണ്ട്. അവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും സിനഡിൽ നിന്നും ഒഴിവാക്കുക. അതുപോലെ തന്നെ കുര്യാംഗങ്ങളെ, ഈ കുര്യാംഗങ്ങളാണ് ഈ സംഗതികളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പരിധിവരെ, അവരെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ. അതുപോലെ തന്നെ ആത്മായ പ്രാതിനിധ്യം, സിനഡിൽ ആത്മായ പ്രാതിനിധ്യം ഉറപ്പാക്കുക. അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന ആഗസ്റ്റ് 18 നമ്മുടെ സിനഡ് ആരംഭിക്കുകയാണ് മൗണ്ട് സെന്റ് തോമസിൽ. ആ സിനഡിന്റെ മുൻപിൽ ഞങ്ങൾ മുഴുവൻ ആളുകളെയും വിശ്വാസികളെയും സംഘടനകളെയും ചേർത്തുകൊണ്ട് ഒരു സമര പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ സമര പരിപാടി എന്ന് പറയുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയും സിനഡ് അവസാനിക്കുന്ന ദിവസവും ഉണ്ടാവും. അതിന് മുന്നോടിയായിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികനെ മെത്രാനായി വാഴിച്ച് കുർബാന തർക്ക വിഷയം ലളിതമായി പരിഹരിക്കാവുന്നതേയുള്ളൂ. ഇക്കാര്യം ഗൗരവമായി കാണണമെന്ന് അതിരൂപത വിശ്വാസ സമൂഹ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന നടപ്പാക്കുക, ആഭിചാര കുർബാന ചൊല്ലിയ വൈദികരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുക, സഭയിലെയും രൂപതയിലെയും കുറിയ അംഗങ്ങളെ മേൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, സിനഡിൽ ആത്മായ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിനഡ് ആരംഭിക്കുന്ന ഓഗസ്റ്റ് 18 അവസാനിക്കുന്ന ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സഭ ആസ്ഥാനത്ത് കുടിൽ കെട്ടി സത്യാഗ്രഹ സമരം നടത്തും. ഇതിലേക്ക് വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഓഗസ്റ്റ് 15 രാവിലെ മുതൽ രൂപതയുടെ വടക്കേ അറ്റത്തുള്ള കൊരട്ടി ഫൊറോന പള്ളിയിൽ നിന്ന് കാഞ്ഞൂർ ഫൊറോന മാറ്റൂർ ഇടവക അംഗവും CNAയുടെ ട്രഷറർ കൂടിയായ പോൾസൺ കുടിയിരിപ്പിൽ ജാഥ ക്യാപ്റ്റനായും തെക്കേ അറ്റത്ത് ചേർത്തല ഫൊറോന മരുതൂർ വട്ടം സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും തൃപ്പൂണിത്തറ ഫൊറോന ഉദയൻപേരൂർ സോനകത്തോസ് പള്ളി ഇടവക അംഗം ജോസ് അറക്കത്താണ് ജാഥ ക്യാപ്റ്റനായി 2 മേഖലാ ജാഥകൾ നടത്തും. വടക്കൻ ജാഥ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയും തെക്കൻ ജാഥ ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങരയും ഫ്ളാഗ് ഓഫ് ചെയ്യും. 2 ജാഥകളും വിവിധ വേദികളിലൂടെ കടന്നുപോയി വൈകുന്നേരം എറണാകുളം ബസിലിക്കയ്ക്ക് മുന്നിൽ ഒത്തുചേരും. വാർത്താ സമ്മേളനത്തിൽ അതിരൂപത വിശ്വാസ സംഘം ജനറൽ കൺവീനർ ഡോക്ടർ MP ജോർജ്, കൺവീനർ ഡോക്ടർ ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, ജോസഫ് അമ്പലത്തിങ്കൽ, ജാഥ ക്യാപ്റ്റന്മാരായ പോൾസൺ കുടിയിരുപ്പ്, ജോസ് അറക്കത്താഴം എന്നിവർ പങ്കെടുത്തു. കൊരട്ടി ഹൈരാർക്കി മെമ്മോറിയൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൽമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരേപ്പാടൻ, ലിജോ ജോസ്, അഡ്വക്കേറ്റ് KR സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, പോൾസിൻ ജിയോ, ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2.10 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ 2 കിലോമീറ്റർ നിർമ്മാണം നടത്തുന്ന പ്രവൃത്തിക്ക് 2022-2023 സാമ്പത്തിക വർഷത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA നിർദ്ദേശിച്ച ബഡ്ജറ്റ് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ തിരുമുടിക്കുന്ന്, വലുങ്ങാമുറി, 4 തുടങ്ങിയ പ്രദേശവാസികൾക്ക് ഗതാഗത സൗകര്യം വർദ്ധിക്കും. റോഡ് നിർമ്മാണത്തിന്റെ മുന്നോടിയായുള്ള വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയിടുന്ന പ്രവൃത്തിയും ജല അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ഇതിനോടകം പൂർത്തിയായി. തുടക്കം ആദ്യ മീറ്റിംഗ് കൂടിയത്. പിന്നീട് നമുക്കറിയാം, മുന്നേ MLA VD ദേവസ്വത്തിന്റെ കാലത്ത് തന്നെ ഒരു ടോക്കൺ മണി മാത്രമാണ് നമുക്ക് ബജറ്റിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. പിന്നീട് 2018 പ്രളയം, പിന്നീട് വന്ന കോവിഡൊക്കെ അനാവശ്യമായ ഫണ്ട് പിന്നീട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ജനങ്ങൾ ഓരോ ഗ്രാമസഭയിലും ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പറയാൻ കഴിയാതിരുന്നത് അനാവശ്യമായ ഫണ്ട് ലഭ്യമല്ലാതാണ്. പിന്നീടാണ് നമ്മുടെ പുതിയ MLA വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് ആവശ്യമായ ഫണ്ട് ഉൾപ്പെടുത്തി. ആ ഫണ്ട് ഉൾപ്പെടുത്തിയപ്പോഴും വലിയ ആശങ്കയായിരുന്നു. കാരണം അതെങ്ങനെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും, എങ്ങനെ തുടങ്ങാൻ കഴിയും. അപ്പൊ അതിന്റെ ഒരു പ്രാരംഭമായിട്ടുള്ളൊരു മീറ്റിംഗ് നമ്മൾ പള്ളിയുടെ ഇതാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കത് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അത് ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരുന്നു പുറത്തൊന്നും ഇറങ്ങാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മളൊരു കൃത്യം ഡേറ്റ് ബേസ് വെച്ച് തന്നെയാണ് അതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയതെങ്കിലും ആ കാലഘട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു കാലതാമസം വന്നു. പിന്നീട് ഇവിടെ ഇലക്ഷൻ റാലികളൊക്കെ നടന്നു മാറി. ഇവിടെ ചൂരയ്ക്കൽ മത്തായിച്ചേട്ടനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പ്രയത്നം കൊണ്ടൊക്കെയാണ്, അന്നത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ മാറ്റുന്ന കാര്യത്തിലുമൊക്കെ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി കുറച്ച് പണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചെടുത്ത്, അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഇടപെടൽ
നമ്മളൊരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ അത് ഒരു ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ, അവരുടെ ഒരു സഹകരണം ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു. അതിന് ബിജോയ് മെമ്പറും അതോടൊപ്പം തന്നെ ബിജു മെമ്പറും ഒക്കെ അതിനകത്തൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് വളരെ, അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ സഹകരിച്ചു എന്നുള്ളത് ഒരു ജനകീയ വികസന പ്രവർത്തനമാക്കി നമുക്ക് ഈ റോഡിന്റെ വികസന പ്രവർത്തനത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേ അത് നമ്മുടെ ടൂറിസം മേഖലയൊക്കെ ഏറ്റവും സഹായിക്കുന്നതിൽ, അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് മുരിങ്ങൂരിൽ നിന്ന് ഏറ്റുമുഖം വരെയുള്ള റോഡിന്റെ പ്രവർത്തനത്തിന് പുതിയ ടെൻഡർ വെച്ച് അതിൽ ഭരണാനുമതി ലഭിച്ച് ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തെ പല റോഡുകളും ഇപ്പോൾ ഒരു ജനകീയ പങ്കാളിത്തത്തിനുള്ള ഒരു വലിയ സമ്മാനം കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം അല്ലെങ്കിൽ അതിന് നേതൃപരമായ പങ്കുവച്ചത് നമ്മുടെ ദേവാലയവും വികാരിയച്ഛനും ഒക്കെ അതിന് വലിയ ഒരു പങ്ക് വഹിച്ചു. ജനങ്ങളെ ഈ റോഡ് വിട്ടുതരുന്നതിനും റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുതരുന്നതിനും അതിനെ അവരെ മനസ്സുകൊണ്ട് അവരെ സന്നദ്ധമാക്കുന്നതിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് കൊരട്ടി മുത്തിയുടെ പ്രതിഷ്ഠന വഴി ഒരു മാതൃകാ റോഡ് പോലെ ആക്കിയതുപോലെ ഈ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ ഈ ഹൈനാർക്കി റോഡുമായി ബന്ധിക്കുന്ന നമ്മുടെ ഈ റോഡ് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ഒരു മാതൃകാ റോഡാക്കി മാറ്റുന്നതിനുള്ള പണം കൂടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കും എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്ക് വീൽചെയറുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ഡയാലിസിസ് കിറ്റ് എന്നിവയും നൽകി. ലയൺസ് ക്ലബ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സാൻജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോമി കാവുങ്ങൽ അധ്യക്ഷനായി. ഈപ്പൻ തോമസ്, മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി, VS സന്ദീപ്, അഡ്വക്കേറ്റ് ആൻഡോ ചെറിയൻ, ഡേവിസ് കല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു. അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും അങ്കമാലി രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന ലിസി ടീച്ചറുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്ന പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് ലിസി ടീച്ചർ എന്ന് റോജി എം ജോൺ MLA അനുസ്മരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആൻഡു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ സിനി മനോജ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷൈനി ജോർജ്, നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൻഡോ മാവേലി, DCC സെക്രട്ടറി KP ബേബി, UDF കൺവീനർ TM വർഗീസ്, അഡ്വക്കേറ്റ് KS ഷാജി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി വർഗീസ്, ജില്ലാ സെക്രട്ടറി മീര അവറാച്ച്, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഏലിയാസ് K തരിയൻ, സാജു നെടുങ്ങാടൻ, KP അയ്യപ്പൻ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടീച്ചർ അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരിയായി ആരോഗ്യം അനുവദിച്ച നിമിഷം വരെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ടീച്ചർ അങ്കമാലിയിൽ പരിപാടി ഉണ്ടായാൽ അവിടെ ഉണ്ടാവും, എറണാകുളത്ത് പരിപാടി നടത്തിയാൽ അവിടെ ഉണ്ടാവും, തിരുവനന്തപുരത്ത് പരിപാടി നടത്തിയാൽ ടീച്ചർ അവിടെ ഉണ്ടാവും, ഡൽഹിയിൽ പരിപാടി ഉണ്ടായാൽ അവിടെ എത്തും. അങ്ങനെ അത് അവസാന നാളുകളും ഞാൻ പറഞ്ഞല്ലോ, മക്കളൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് സമ്മതിക്കാതിരുന്ന സമയത്ത് പോലും, കാരണം ടീച്ചർ ആരോഗ്യത്തിൻ്റെ പ്രായാധിക്യവും ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് ദൂരയാത്രയൊക്കെ ഒരുപക്ഷെ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ താല്പര്യപ്പെട്ടിട്ടുണ്ടാവില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ പോലും ടീച്ചറുടെ ആരോഗ്യം, ടീച്ചറുടെ ഊർജം എന്ന് പറയുന്നത് സംഘടനാ രംഗത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി നിൽക്കുന്നതിലായിരുന്നു. അതുകൊണ്ട് ഏത് സമയത്തും യാതൊരു മടിയും കൂടാതെ എവിടെയും എത്തിച്ചേരാൻ, അതിൻ്റെ ഭാഗമാകുവാനായിട്ട് ടീച്ചർ സന്നദ്ധയായിരുന്നു. അത് ഇവിടെ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് എത്തിച്ചേരും. വളരെ നേരത്തെ തന്നെ ടീച്ചർ എത്തിച്ചേർന്ന് പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മകനെ പോലെ കരുതി എപ്പോഴും
ആ ഒരു കരുണയും അല്ലെങ്കിൽ ആ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ നൽകിയാണ് ടീച്ചർ പോയിട്ടുള്ളത്. എനിക്ക് ടീച്ചറുടെ വിയോഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവർ പോയതിൻ്റെ ഒരു വിഷമം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം അത്ര അടുത്ത ഒരു ബന്ധം ഞാനായിട്ടും വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ടീച്ചർ വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് ഒരുപക്ഷെ എനിക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലർക്കും അത് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയധികമായിട്ട് ഓരോ വ്യക്തിയോടും അവരുടെ കുടുംബവുമായിട്ട് ടീച്ചർ ആ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ടീച്ചറുടെ മറ്റൊരു പ്രത്യേകത, ടീച്ചർ വലിയ വലിയ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തി. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ മഹിളാ കോൺഗ്രസിന്റെ സംഘടനാ ഉത്തരവാദിത്തങ്ങളൊക്കെ ടീച്ചർക്ക് ഉള്ളപ്പോഴും ടീച്ചർ താഴെത്തട്ടിൽ ബൂത്തിൽ പ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ദീർഘമായി 25 അതിലധികമോ വർഷം ഇല്ലാത്തയാളാണെങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളാണെങ്കിലോ കല്യാണം കഴിച്ചു പോയതോ വന്നതോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ ബൂത്തിലുള്ള മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടിക ടീച്ചർക്ക് ഹൃദയസ്ഥമാണ്. അപ്പോൾ അത്രയധികമായിട്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ മേൽത്തട്ടിൽ സംഘടനാ രംഗത്ത് സജീവമായിട്ട് നിൽക്കാനും ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മാതൃകയാക്കേണ്ട ഒന്നാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഉള്ളൊരു പ്രശ്നം, സംഘടനാ രംഗത്ത് ഒക്കെ പല ആളുകൾക്കുമുള്ള പ്രശ്നം, പലരും മേൽത്തട്ടിലാണ്. മേൽത്തട്ടിൽ എന്ന് പറയുമ്പോൾ ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് വരും, നമ്മൾ ഉയർന്ന തലങ്ങളിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കും. പലരും ബൂത്തിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ ബൂത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ പറഞ്ഞാൽ അതിൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടെ താഴെത്തട്ടിലെ ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടലോ ഒക്കെ വളരെ പരിമിതമായിരിക്കും. പക്ഷേ ടീച്ചർ ഒരേ സമയം ബൂത്തിലെ പ്രവർത്തനങ്ങളും സജീവമായിരുന്നു. അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് ടീച്ചർ എന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലയിൽ നടക്കുന്ന പരിപാടികൾക്കൊക്കെ ആയാലും ടീച്ചർ എല്ലാവരെയും വിളിച്ചിറങ്ങാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ടീച്ചറാണ് മുന്നിൽ പോകുന്നത്. അതിന് കയ്യിൽ നിന്ന് കാശ് കൊടുക്കാൻ ഒരു മടിയില്ല. ടീച്ചർക്ക് സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളായിരുന്നതുകൊണ്ട് കൈ കിട്ടുന്ന പണമൊക്കെ ഇത്തരത്തിൽ സംഘടനാ രംഗത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ടീച്ചർക്ക് വളരെ ഒരു പ്രയാസമുള്ള ഒരു ദിവസമാണ്. കാര്യം ലിസി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസ് എന്ന് കേട്ടപ്പോൾ അങ്കമാലി ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ലിസി ടീച്ചറിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. പോരങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ചണ്ഡിക ഹോമത്തിന്റെ പന്തൽ നിർമ്മാണം ആരംഭിച്ചു. പന്തൽ നിർമ്മാണത്തിന്റെ കാൽനാട്ട് കർമ്മം സാമവേദ ആചാര്യൻ ശിവകരൻ നമ്പൂതിരി നിർവഹിച്ചു. ക്ഷേത്രം സ്ഥാപതി മധു ആചാരി ചണ്ഡിക ഹോമത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പരമേശ്വരൻ, ക്ഷേത്രം പ്രസിഡന്റ് വിശാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടിരുമടത്തിൽ, ഖജാൻജി സെൽവൻ പണിക്കശ്ശേരി, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു ശാന്തി, ചണ്ഡിക ഹോമം കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാനേജർ AD സജി, ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ്, സതീശൻ പൊട്ടത്ത്, ശ്രീധരൻ പൊക്കാഞ്ചേരി, ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത്, പരമേശ്വരൻ ഇടത്താടൻ, PP സുബ്രഹ്മണ്യൻ, സിന്ധു സംഗീത്, ബിന്ദു ജിതേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇനിയൊരു ഇടവേള.